കേരള സർവകലാശാല രജിസ്ട്രാറുടെ ഓഫീസ് ഉപരോധിച്ച എസ്എഫ്ഐ പ്രവർത്തകർ LLB പുനർമൂല്യനിർണ്ണയം അവസാനിപ്പിച്ചതിലാണ് പ്രതിഷേധം. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഹാൻസ് ജോൺ ചേരുന്നു അവിടെ നിന്ന്. ഹാൻസ്, പറയൂ. ഹാൻസ്, പ്രവർത്തകർ വിരോധിച്ചത് ഈ LLB പരീക്ഷയിലെ മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് SFI രജിസ്ട്രാർ ഓഫീസ് ഉപരോധിച്ച SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ അല്ലെങ്കിൽ മാറ്റാനുള്ള ഒരു ശ്രമം ഉണ്ടായി. അതാണ് പിന്നീട് ഒരു കയ്യാങ്കളിയിലേക്ക് കലാശിച്ചത്. അതിനുശേഷം നിരവധി SFI പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കി അവരെ AR ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. 30ഓളം SFI പ്രവർത്തകരെ, വനിതാ SFI പ്രവർത്തകരടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവർ ഉന്നയിക്കുന്ന ആരോപണം പുരുഷ പോലീസ് ഉദ്യോഗസ്ഥർ വനിതകളെ മുടിയിൽ കുത്തിപ്പിടിച്ച് കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് നീക്കി എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ വിദ്യാർത്ഥികൾ പറയുന്നത്. എന്താണ് ശരിക്കും സംഭവിച്ചത്? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ റീവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് പല വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മൾ സമരം ഇരുന്നു. അന്ന് രജിസ്ട്രാർ കണ്ട് പറഞ്ഞത് ഇന്നലെ കൂടി സിൻഡിക്കേറ്റിൽ അജണ്ടയായിട്ട് വെച്ച് സംസാരിക്കണം. ഇന്നലെ കൂടി അജണ്ടയിൽ ഒരു തീരുമാനങ്ങൾ ഉണ്ടായില്ല. റീവാലുവേഷൻ എടുത്ത് മാറ്റാൻ പോവുക എന്നുള്ള ചർച്ചയാണ് ഉണ്ടായത്. റീവാലുവേഷൻ എടുത്ത് മാറ്റുമ്പോൾ വിദ്യാർത്ഥികൾ അപ്പീൽ ചെയ്യാനുള്ള അവകാശമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. വിദ്യാർത്ഥികൾ അപ്പീലില്ല. അവരെന്ത് തരുന്നോ ആ റിസൾട്ടുമായിട്ട് നമ്മൾ ഇരിക്കുക എന്നുള്ളതാണ്. സപ്ലൈ അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. ഈ 9-10 സെമ്മുകളിലുള്ളവർക്ക് ഒന്ന് തോറ്റു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സ്പെഷ്യൽ സപ്ലൈ ഇല്ല. പല യൂണിവേഴ്സിറ്റിയിൽ സ്പെഷ്യൽ സപ്ലൈ ഉണ്ട്. പിന്നെ അവൾ 1 വർഷം കാത്തിരിക്കുക. നമ്മുടെ എൻറോൾമെന്റ് വൈകിയാണ്, ഞങ്ങളുടെ ജോലി സാധ്യത വൈകിയാണ്. ഇപ്പം ഇങ്ങനെയുള്ള അനേകായിരം പ്രശ്നങ്ങൾ. റീവാലുവേഷൻ ഫീസ് വർധനവ് ഇപ്പോൾ 850 രൂപയാണ് ഒരു പേപ്പറിന് റീവാലുവേഷൻ ഫീസ്. ഇത് പല ആർട്സ് സബ്ജക്റ്റിനെല്ലാം 500 രൂപ താഴെ മാത്രമേ ഉള്ളൂ. നമ്മൾ 800 രൂപ, അഥവാ 5 സബ്ജക്റ്റിനാകുമ്പോൾ 4500 രൂപയോളമായി. അപ്പോൾ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ എന്തായാലും ജയിക്കുക. എന്നാൽ ആദ്യത്തെ വാല്യൂഷനിൽ എന്തുകൊണ്ട് ജയിക്കുന്നില്ല എന്നാണ് നമ്മുടെ ചോദ്യം. അതുമാത്രമല്ല 10% കൂടുതൽ മാർക്ക് കൂടി കഴിഞ്ഞാൽ റീവാലുവേഷൻ ഫീസ് തിരികെ തരിക. അത് നമ്മൾ സ്കൂളുകൾ തൊട്ട് ചെയ്തു വരുന്ന കാര്യമാണ്. 10% മാർക്ക് കൂടുതലുണ്ടെങ്കിൽ റീവാലുവേഷൻ ഫീസ് തിരികെ തരിക. ഇതൊന്നും തിരിച്ചറിയില്ല. അപ്പോൾ അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും 7ഓളം പ്രശ്നങ്ങൾ നമ്മൾക്ക് എടുത്തു വെച്ചിട്ടാണ് SFI ലോ കോളേജിന്റെ യൂണിറ്റിലും ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും നമ്മളായിട്ട് യൂണിവേഴ്സിറ്റിയിൽ മാർച്ചിരിക്കുന്നത്. മാർച്ച് പോലും എടുക്കാതിരുന്നതിന് കാരണം ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ട എന്നുള്ള ബാരിക്കേഡ് കുലിക്കോ ജലപീരങ്കി ഉപയോഗിക്കോ വേണ്ട എന്നുള്ള രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ സമാധാനപരമായി രജിസ്ട്രാർ കാര്യമെടുത്ത് പരിപാടിയില്ലാന്ന് പറഞ്ഞു. രജിസ്ട്രാറിന് വരാൻ വേണ്ടിയുള്ള വഴിയും ഇട്ട് 2 സൈഡിലായിട്ട് നമ്മൾ മുദ്രാവാക്യം മുഴുവൻ വിളിക്കാതെ പ്ലക്കാർഡുകൾ മാത്രം പിടിച്ചുകൊണ്ട്, അതായത് സമരത്തിന്റെ പ്ലക്കാർഡ് ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്ലക്കാർഡുകൾ മാത്രം പിടിച്ചുകൊണ്ട് സമരം ഇരിക്കുന്നത്. ആ സമയത്താണ് എവിടുന്നോ CA ശ്രീകുമാർ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പുള്ളിക്കാരൻ കയറി വന്ന് പെൺകുട്ടികളെ ഉൾപ്പെടെ പിടിച്ചുകൊണ്ട് പോകാൻ തലയ്ക്ക് മുടിക്ക് കുത്തിപ്പിടിച്ചാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഇതൊക്കെ എന്താ? വിദ്യാർത്ഥികൾക്ക് ഇവിടെ സമരം ചെയ്യാനുള്ള അവകാശമില്ലേ? ആരും പോലീസിനെ ആക്രമിച്ചില്ല, അവിടുത്തെ കാര്യങ്ങളൊന്നും അടിച്ചു പൊട്ടിച്ചിട്ടില്ല, ഒരു മുദ്രാവാക്യം ഒരു വിളി പോലും ഇല്ലാതാണ് നമ്മൾ അവിടെ സമരം ചെയ്തത്. ഇതിനെ പോലീസ് ഭയങ്കര നമ്മളിത് ഗുണ്ടകൾ വന്നത്. സർവകലാശാല ആരാണ്? വിദ്യാർത്ഥികളുടെയാണ് സർവകലാശാല. ഈ എഴുതിയേക്കുന്ന NAC AA+, NAC അക്രഡിറ്റേഷനൊക്കെ ആര് നേടിക്കൊടുത്തതാണ്? ഈ വിദ്യാർത്ഥികൾ നേടിക്കൊടുത്തതാണ്. അല്ലാതെ പോലീസും VC കൂടെ ചേർന്ന് എഴുതിയാണോ? ഈ പോലീസുകാർ സതീശന്റെ പോലീസുകാരായിരിക്കണം. എന്താണെന്നറിയില്ല, വളരെ വികൃതമായി അല്ലെ ഗുണ്ടകളെയൊക്കെ അടിച്ച് കൊണ്ടുപോകുന്ന പോലെ ഒരു കാപ്പ കേസ് പ്രതിയെ പോലും ഇങ്ങനെ കൊണ്ടുപോകുന്ന ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ എൻ്റെ ജീവിതത്തിൽ. എത്ര SFI പ്രവർത്തകർ അറസ്റ്റ് ചെയ്തു? നമ്മുടെ 20ഓളം SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. 20ഓളം പ്രവർത്തകരെ കൂടാതെ 10ഓളം വനിതാ സഖാക്കളെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇവരൊക്കെ ലിറ്ററലി കഴിഞ്ഞ ദിവസങ്ങളൊന്നും ഉറക്കമില്ലാതെ പഠിച്ചാണ് പരീക്ഷകൾ എഴുതുന്നത്. ആ പരീക്ഷകളൊക്കെ എഴുതിയിട്ടതിൻ്റെ അർത്ഥം കൊണ്ട് ഒരർത്ഥവും ഇല്ലാതെ വരികയാണ് പരീക്ഷ പഠിക്കുന്നുണ്ടെന്നും. ഷാമിലി, അവർ പറയുന്നത് എങ്ങനെയാണ്? ഇത്തരത്തിൽ പോലീസ് പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു, അതിനിടയിൽ സംഘർഷമുണ്ടായി, വനിതാ പ്രവർത്തകരടക്കം തള്ളി മാറ്റി. പക്ഷെ അവരെ ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു നടപടി ഉണ്ടായത് അല്പസമയം മുമ്പ് ഈ SFI പ്രവർത്തകയായിട്ടുള്ള ഒരു പെൺകുട്ടി ചോദ്യം ചെയ്യുകയുണ്ടായി. അതിനിടയിൽ വലിയ തർക്കമുണ്ടായി. ഈ വനിതാ പ്രവർത്തകരടക്കം പോലീസ് മുടിയിൽ കുത്തിപ്പിടിച്ചു അല്ലേ? ഷാമിലി, ഇവർ നേരത്തെ പോലീസിനോട് ഈ കാര്യം സംസാരിച്ചിരുന്നു. എന്തടിസ്ഥാനത്തിലാണ് ഈ വനിതാ SFI പ്രവർത്തകരെ പുരുഷ പോലീസ് മുടിയിൽ കുത്തിപ്പിടിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കിയതെന്ന് എന്താണ് സംഭവിച്ചത്? അതായത് നമ്മൾ സമരവുമായിട്ട് ബന്ധപ്പെട്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ കവാടത്തിലേക്ക് കടന്ന് അവിടെ ഒരു പ്രതിഷേധം തുടങ്ങാൻ പോകുന്നതേ ഉള്ളായിരുന്നു. പക്ഷേ പ്രതിഷേധം തുടങ്ങുന്ന ആ സമയത്ത് തന്നെ വനിതാ പ്രവർത്തകരെ അടക്കം പോലീസുകാർ പിടിക്കുകയാണ്. അതും വനിതാ പ്രവർത്തകരെ വനിതാ പോലീസല്ല വന്ന് പിടിച്ചത്, പുരുഷ പോലീസാണ് വന്ന് പിടിക്കുന്നത്. 3, അതായത് ലോ കോളേജിലെ 3 വിദ്യാർത്ഥിനികളെ പിടിച്ചുകൊണ്ട് പോയി മുടിക്ക് കുത്തിപ്പിടിക്കുകയും തറയിലിട്ട് വലിച്ചഴിച്ചു. പല മീഡിയാസിലും അതിന്റെ വിഷ്വൽസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ആ സമയത്തേക്ക് നമ്മൾ ഇവിടെ എത്തിയപ്പം താമസിച്ചു. അതിനുശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് പോലീസ് വന്ന സമയത്തേക്ക് അവരെവിടെയാണ് 3 ചോദ്യം, അവരെവിടെയാണ് പിടിച്ചുകൊണ്ട് പോയത്, അവരെ നേരിടാൻ വനിതാ പോലീസ് അല്ല എവിടെയായിരുന്നു, എന്തിന് പുരുഷ പോലീസ് പിടിച്ചു, ഈ 3 കാര്യങ്ങളാണ് ചോദിച്ചത്. അപ്പോൾ ഈ 3 എണ്ണത്തിനും അവർക്ക് ഉത്തരവില്ല. നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ SFIക്കാർ ഷോ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ വന്നത്, ഷോ കാണിക്കാതെ
ഓടി എന്നാണ് ഒരു ഭാഷയിൽ സംസാരിച്ചത്. പിന്നെ മറ്റൊന്ന്, ഇത് സമയബന്ധിതമായി ഇവരെവിടെയാണ് കൊണ്ടുപോയതെന്ന് നമുക്ക് അറിയിപ്പ് തിരിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ ഞാനിനി ഹെലികോപ്റ്റർ വിളിച്ചു പോവാം എന്നൊക്കെ ഉള്ള രീതിയിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള സമീപനമാണ് കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. ഇതുവരെ മറുപടി ഒന്നും പറഞ്ഞില്ല. ഇല്ല, മറുപടി പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഞങ്ങൾ വിഷ്വൽ കാണിച്ചു. കേരള സർവകലാശാല രജിസ്ട്രാറുടെ ഓഫീസ് ഉപരോധിക്കുകയാണ് SFI പ്രവർത്തകർ. LLB പുനർമൂല്യനിർണ്ണയം അവസാനിപ്പിച്ചതിലാണ് നിലവിൽ പ്രതിഷേധിക്കുന്നത് SFI പ്രവർത്തകർ. ഹാൻസ് ജോൺ ആണ് അവിടെ നിന്ന് വിവരങ്ങളും പ്രതികരണങ്ങളും ഒക്കെ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്.